പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം ജനകീയ ശുചീകരണം സംഘടിപ്പിച്ചു. ചാലോട് ടൗണിൽ നടന്ന ശുചീകരണ യജ്ഞം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. 2-3 ഘട്ടമായിട്ടാണ് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനവും നടത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട് പരിസരം നമ്മൾ വൃത്തിയാക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും അയൽവക്ക വീടുകൾ അങ്ങനെ എടുത്ത് നമ്മൾ ആ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ മുഴുവനും ഈ ശുചീകരണ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. മഴക്കാലപൂർവ്വ രോഗങ്ങളിൽ നിന്ന് മഴക്കാലത്തെ മഴ പെയ്താൽ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള രോഗങ്ങളുണ്ട്. എലിപ്പനി ആയാലും അതുപോലെ തന്നെ ഡെങ്കിപ്പനി ആയാലും ഇതുപോലുള്ള മഞ്ഞപ്പിത്തം ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇതിൽ നിന്നെല്ലാം മോചിതരാകുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മഴവിൽ അഴകോടെ കീഴല്ലൂർ എന്ന പേരിൽ ചാലോട് ടൗണും പ്രധാന റോഡുകളായ മട്ടന്നൂർ ചാലോട് റോഡ്, മട്ടന്നൂർ കീഴല്ലൂർ അഞ്ചരക്കണ്ടി റോഡ്, ചാലോട് അഞ്ചരക്കണ്ടി റോഡ്, പനേത്താമ്പറമ്പ് കീഴല്ലൂർ റോഡ് എന്നിവയുടെ ഇരുവശങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ജനകീയ ശുചീകരണത്തിലൂടെ നീക്കം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് C. സജീവൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VV വനജാക്ഷി, പഞ്ചായത്ത് സെക്രട്ടറി S. അജി, ഹെഡ് ക്ലർക്ക് K. സജീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ AN. ദിജിൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, അങ്കണവാടി വർക്കർമാർ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, പൊതുജനങ്ങൾ അടക്കം ആയിരങ്ങൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.